വെൽക്കം ബാക്ക് ടു മൈ മെൻ്റൽ ഹെൽത്ത് സീരീസ്. നമ്മൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പീനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ നമ്മൾ കുറച്ച് അതിൻ്റെ ഫൗണ്ടേഷനായ 1-2 സാധനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹോട്ട് ക്രോസ് ബൺ മോഡൽ, പിന്നെ നമ്മൾ വിഷ്യസ് കോഗ്സിനെ കുറിച്ച് സംസാരിച്ചു. അതിന് മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ നമ്മൾ സ്റ്റോപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാക്ട്സ് ഓർ ഒപ്പീനിയൻസ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഒരു ഫൗണ്ടേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഹെൽപ്പായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ജനറലി എല്ലാവർക്കും പേഴ്സണലി എനിക്കും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിരിക്കുന്ന 3 കാര്യങ്ങളാണ് നമ്മുടെ അൺഹെൽപ്ഫുൾ തോട്ട്സിനെ എങ്ങനെ റീഫ്രെയിം ചെയ്യാം എന്നുള്ളത്. പിന്നെ സെക്കൻഡ് വൺ ഇസ് നമ്മുടെ വറീസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത്, ഭയങ്കര ഒരു വറിയർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ. തേർഡ് വൺ ഇസ് ഫേസിങ് അവർ ഫിയേഴ്സ്. ഈ 3 സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതിന് മുമ്പത്തെ വീഡിയോയിലും ജസ്റ്റ് ബ്രീഫ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് ഒരു സൈക്കോതെറപ്പി ഓർ ഏതൊരു മോഡ് ഓഫ് തെറപ്പിനോട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ലെവൽ ഓഫ് സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ് ഉണ്ടാവണം എന്നുള്ളത്. ആൻഡ് എവിഡൻസ് പ്രകാരം സൈക്കോളജിക്കലി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഔട്ട്കം ഭയങ്കര നല്ലതായിരിക്കും, സക്സസ്ഫുൾ ഔട്ട്കംസ് ആയിരിക്കും ആഫ്റ്റർ തെറപ്പി. എന്താണ് ഈ സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ് എന്ന് ചോദിച്ചാൽ അതിനൊരു വെൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഒന്നും ഇല്ല. ബട്ട് പറയപ്പെടുന്ന ഒരു ഡെഫിനേഷൻ ഇസ് പേഴ്സൺസ് കപ്പാസിറ്റി ഫോർ സെൽഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സെൽഫ് ഇൻസ്പെക്ഷൻ, സെൽഫ് റിഫ്ലെക്ഷൻ, ഇൻട്രോസ്പെക്ഷൻ ആൻഡ് പേഴ്സണൽ ഇൻസൈറ്റ്. അപ്പോൾ അതിന് ജനറലി അല്ലെങ്കിൽ ഒരു ഭയങ്കര സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ തന്നെ സെൽഫ് എക്സാമിൻ ചെയ്യുക, നമ്മൾ തന്നെ ഇൻസ്പെക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ ചിന്തകൾ പോണേ എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്, പക്ഷെ ഇങ്ങനെയും എനിക്ക് റെസ്പോണ്ട് ചെയ്യായിരുന്നു അതിനോട്, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് റിഫ്ലക്ഷൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുക. ആൻഡ് മേ ബി അങ്ങനെ റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നു എന്നുള്ളതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരു ഇൻസൈറ്റ്, ഒരു ലെവൽ ഓഫ് ഇൻസൈറ്റ് എന്നും പറയും. അതായത് എത്രത്തോളം ലൈക്ക് എന്താണ് ലൈക്ക് ഉള്ളിൽ എന്തുകൊണ്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യണതിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു അറിവുണ്ടാവുക. അഗെയിൻ കുറച്ച് തിയറീസ് ഉണ്ട്. ഒരു തിയറി പ്രകാരം അവർ പറയണത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്, ഈ സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു സൈക്കോളജിക്കലി മൈൻഡഡ് പേഴ്സൺ ആകാം, അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിക്കൽ മൈൻഡഡ് പേഴ്സൺ ആയിരിക്കില്ല. പക്ഷെ വേറെയും തിയറീസ് ഉണ്ട്, മൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്. ഒരു ലോ ലെവൽ ഓഫ് സൈക്കോളജിക്കൽ മൈൻഡഡ് ആയിരിക്കാം ചില ആൾക്കാർ ഹൈ ലെവൽ ഓഫ് സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ് ഉള്ള ആൾക്കാരായിരിക്കാം. ബട്ട് പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ കൾച്ചർ, നമ്മുടെ ബിലീഫ്സ്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ലൈക്ക് ചുറ്റുപാടുകൾ, അതൊക്കെ കുറെ കാര്യം നമ്മുടെ ചൈൽഡ്ഹുഡ്, അതൊക്കെ കുറേയൊക്കെ ഡിറ്റർമിൻ ചെയ്യും എത്രത്തോളം സൈക്കോളജിക്കൽ മൈൻഡഡ് ആവാം ഒരാൾ എന്നുള്ളത്. അതുപോലെ ജനറലി നമുക്ക് നമ്മുടെ തന്നെ ഫീലിങ്സിനെ ഒന്ന് കൈൻഡ് ഓഫ് ഡിഗ് ഇൻ ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആൻഡ് നമ്മൾ വില്ലിങ് ആണ് നമ്മുടെ ചിന്താഗതികൾ ചേഞ്ച് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സൈക്കോളജിക്കലി മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എപ്പോഴും പറയും, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സിനെ ഇന്റേണലി സോൾവ് ചെയ്യാൻ നോക്കണം. അത് എക്സ്റ്റേണലൈസ് ചെയ്ത് വേറെ ആൾക്കാരെ ബ്ലെയിം ചെയ്ത് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാണ്ട് ഇന്റേണലി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചേഞ്ചസ് വരുത്തായിരുന്നു എന്നുള്ളതൊക്കെ ആലോചിച്ച് കൈൻഡ് ഓഫ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പതുക്കെ അത് നമ്മുടെ കാര്യങ്ങളിൽ മാത്രമല്ല ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ബാക്കിയുള്ളവരും ഒരു രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും റീസൺസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വേൾഡ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അഗെയിൻ നമ്മുടെ കമ്മ്യൂണിറ്റിയോ നമ്മുടെ വേൾഡ് ഒരു മിക്സ്ചർ ഓഫ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കണം. ലൈക്ക് എല്ലാവരും ഒരേപോലുള്ള ആൾക്കാരായിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കുറെ തിയറീസ് പറയുന്നത് യു ക്യാൻ ഈദർ ബി സൈക്കോളജിക്കൽ മൈൻഡഡ് ഓർ നോട്ട് ബി സൈക്കോളജിക്കൽ മൈൻഡഡ്. ബട്ട് ആ ഒരു സൈക്കോളജിക്കൽ മൈൻഡഡ് ആവാന്നുള്ളത് അവർ കൂടുതലും ഒബ്സർവേഴ്സ് ആണ്, ആൻഡ് ദേ ആർ ലെസ് ജഡ്ജ്മെന്റൽ എന്നൊക്കെ പറയപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിക്കലി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തെറപ്പി സക്സസ്ഫുൾ ആയിരിക്കും. എന്നാൽ സൈക്കോളജിക്കലി മൈൻഡഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറപ്പിക്ക് പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ പറയാറില്ല. യു ക്യാൻ ഗിവ് ഇറ്റ് എ ട്രൈ. അതിന് നിങ്ങൾക്ക് പറ്റിയൊരു തെറപ്പിസ്റ്റിനെ കിട്ടുകയാണെങ്കിൽ, ഒരു സൈക്കോളജിക്കലി സേഫ് എൻവയൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു ലെവൽ ഓഫ് സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചെറുപ്പകാലത്തിലെ സാഹചര്യങ്ങൾ, നമ്മുടെ കൾച്ചർ, ബിലീവ്സ് ഒക്കെയാണ് ഇതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ഒരു ഇൻപുട്ട് ഒരു ഹെൽപ്പ് നമ്മുടെ തെറപ്പിസ്റ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ബ്രീഫ്ലി സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ 3 ടിപ്സിലേക്ക് ജസ്റ്റ് പോയി നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റീഫ്രെയിമിങ് യുവർ അൺഹെൽപ്ഫുൾ തോട്ട്സ്. നമുക്ക് എല്ലാവർക്കും ഉള്ള സംഭവമാണ് ആങ്സൈറ്റി ഭയങ്കര ഓവർവെൽമിങ് ആകുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടാവുന്നതും നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ഹോട്ട് ക്രോസ് ബൺ മോഡൽ ആലോചിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഒരു സിറ്റുവേഷന് റെസ്പോൺസ് ആയിട്ടുള്ള തോട്ട്സിൽ നമ്മൾ കുറേ നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞിരുന്നു. കുറേ നെഗറ്റീവ് തോട്ട്സിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞിരുന്നു. ജനറലി കുറച്ച് എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നെഗറ്റീവ് ഔട്ട്കം ആയിരിക്കും വരിക എന്നുള്ളത് വിചാരിക്കുക. കുറേ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ വിചാരിക്കുക. പിന്നെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതിലെ ഗുഡ് സൈഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് അത് കാണാതിരിക്കലും അതിലെ ബാഡ് സൈഡ് മാത്രം അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇത് ഗുഡ് ഓർ ബാഡ് രണ്ട് വശങ്ങളിൽ ബ്ലാക്ക് ഓർ വൈറ്റ് തിങ്കിങ് ഉണ്ടാവുക. പിന്നെ എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ നെഗറ്റീവ് ഒരു ഔട്ട്കം ഉണ്ടെങ്കിൽ അതിന് റീസൺ ഞാൻ ആണ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുക. ഇതൊക്കെയാണ് ജനറലി കാണുന്ന അൺഹെൽപ്ഫുൾ തോട്ട്സ്. അപ്പോൾ എപ്പോഴും പറയും ക്യാച്ച്, ചാലഞ്ച് ആൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അഗെയിൻ ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ പറയപ്പെടാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തെറപ്പിയിലൊക്കെ യൂഷ്വലി എന്താ പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ലൈക്ക് നമ്മളതൊരു പെർസിസ്റ്റൻ്റ് ആയിട്ട് പെർസിവിയറൻസ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരും എന്നാണ് പറയപ്പെടുക. അപ്പോൾ അതായത് ടേക്സ് എ ലോങ് ടൈം. അപ്പോൾ നമ്മളിപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ജസ്റ്റ് പഠിപ്പിച്ച് തരാണ് ചെയ്യുക. ഒരു 14 or 16 സെഷൻസിൽ നമ്മൾ ലൈക്ക് നമ്മൾ ഫുൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് സ്കിൽസ് പഠിപ്പിച്ച് തന്നിട്ട് ആ സ്കിൽസ് ട്രൈ ചെയ്യലാണ്. അപ്പോൾ ഇതിലും കുറേ രീതികളുണ്ട് ലൈക്ക് നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി തരാൻ പറ്റുന്നത്. അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷേ കുറച്ച് സെൽഫ് ഹെൽപ്പ് ടിപ്സ് മാത്രമാണിത്. അതിൻ്റെ ഈ ടിപ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിസ് ലൈക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയാണ്. അതായത് ഞാൻ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി അല്ല തന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ബേസിക് സംഭവങ്ങളെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കുറച്ച് സെൽഫ് ഹെൽപ്പ് ടിപ്സ് ആണ്. അപ്പോൾ ക്യാച്ച്, ചലഞ്ച് ആൻഡ് ചേഞ്ച്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ഹോട്ട് ക്രോസ് ബൺ മോഡൽ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷനോട് വരുന്ന നെഗറ്റീവ് തോട്ട്സ് നമുക്കറിയാം. അങ്ങനെ പല സിറ്റുവേഷൻസിന് നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ ലൈക്ക് നമ്മുടെ മുമ്പിൽ അതുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. അതായത് നെഗറ്റീവ് ഫീലിങ്സും ഫിസിക്കൽ സെൻസേഷൻസും ബിഹേവിയേഴ്സൊക്കെ വരുന്നതിൻ്റെ ഒരു തോട്ട്സ് ഇതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കുകയാണെന്ന് വെക്കുക. ഇനി നമ്മൾ ഒരു ഡേ തുടങ്ങുകയാണ്, നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഈ തോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അത് ടേക്സ് ടൈം. ഓക്കെ, പക്ഷെ നമുക്ക് നമ്മുടെ ഈ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഭയങ്കര ഫെമിലിയർ ആണ് വിത്ത് അവർ ലിസ്റ്റ് എന്നുണ്ടെങ്കിൽ ഓരോ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഈ നെഗറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട് വരാണെങ്കിൽ അപ്പോൾ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പതുക്കെ വിത്ത് പ്രാക്ടീസ് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നാണ് പറയാം. അത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഫാക്ട്സ് ഓർ ഒപ്പീനിയൻസ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. ലൈക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മളത് ഫാക്ട്സ് ആണോ ഒപ്പീനിയൻ ആണോ എന്നുള്ളത് നോക്കണം. അത് എവിഡൻസ് ഉണ്ടോ ഇങ്ങനെ ഒരു സംഭവത്തിനുള്ളതെന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് അതിനെ ചാലഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഒരു ഫാക്റ്റ് ആണ് നമുക്ക് കാണുകയാണെങ്കിൽ ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് നമുക്കത് ചെയ്യാം. നമുക്കത് ലൈക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി അത് ഒപ്പീനിയൻ ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ, അതിനെ ലൈക്ക് അവോയ്ഡ് ചെയ്യാൻ പഠിക്കണം. ആൻഡ് ആ ഒരു സംഭവം അപ്പോൾ അത് നെഗറ്റീവ് ആണ്, അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ ട്രൈ ചെയ്യാം. യൂഷ്വലി ചെയ്യണ പോലെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് നാളത്തേക്ക് പണ്ടത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തൊരു പ്രസൻറ്റേഷനാണ്. ഇപ്പോൾ ജസ്റ്റ് വിചാരിക്കും ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, നമ്മൾ kind of പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വരുന്ന അൺഹെൽപ്ഫുൾ തോട്ട്സ് ആണെങ്കിൽ ഓക്കെ, ഈ പ്രസൻറ്റേഷനിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ടെൻഷനാവും, അവിടെ എത്തിക്കഴിഞ്ഞ് ടെൻഷനാകുമ്പോൾ ലൈക്ക് ഞാൻ മറന്നു പോകും കാര്യങ്ങൾ. ആൻഡ് ദെൻ ലൈക്ക് ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും, ദേ വിൽ സ്റ്റാർട്ട് മേക്കിംഗ് ഫൺ ഓഫ് മീ, ഐ വിൽ മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മൈ സെൽഫ്. അങ്ങനത്തെ കൈൻഡ് ഓഫ് അൺഹെൽപ്ഫുൾ തോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാളത്തെ പ്രസൻറ്റേഷനാണ് നമ്മൾ ലൈക്ക് ലാസ്റ്റ് കൈൻഡ് ഓഫ് സ്ലൈഡ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീരീസ് ഓഫ് അൺഹെൽപ്ഫുൾ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുക. അവിടെ നമ്മൾ ഈ ഫാക്ട്സ് ഒപ്പീനിയൻസിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ, എന്താണ് എവിഡൻസ് ടു കൈൻഡ് ഓഫ് പ്രൂവ് ദാറ്റ് ഇത് ഒരു ഞാനിതിൽ മിസ്റ്റേക്സ് ഉണ്ടാക്കും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ടെൻഷനായിട്ട് വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രണ്ടിനോട് എന്തായിരിക്കും പറയുക, എന്ത് അഡ്വൈസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഫ്രണ്ട് എന്നോട് എന്ത് അഡ്വൈസ് ആയിരിക്കും തരിക എന്നുള്ളത് ആലോചിക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ ആലോചിക്കുക ഓക്കെ, ഇതിന് വേറെ എന്ത് രീതിയിൽ നമുക്ക് അതിനെ ആക്കിയെടുക്കാം, ഹൗ ലൈക്ലി ഇസ് ഇറ്റ് ഫോർ ദിസ് ടു ഹാപ്പൻ എന്നുള്ളത് ആലോചിക്കുക. എന്നിട്ട് ഇത് ഒരു പ്രശ്നമില്ലാതെയും പോവാൻ ചാൻസുകൾ ഉണ്ടോ എന്നുള്ളതിൽ ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആലോചിച്ചിട്ട് എന്തിനാണ് എവിഡൻസ് അല്ല എന്നുള്ളത് നോക്കുക. ഇനി അപ്പോൾ അതാണ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്തു, നമ്മളതിനെ ചാലഞ്ച് ചെയ്തു. ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പും പ്രസൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്, കുറേ ഞാൻ വർക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാം, അവർ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് കൊടുത്തിരിക്കുന്ന നല്ല പ്രസൻറ്റേഷൻസ് അവർ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഞാനൊരു ഫെയിലിയർ ആണെന്നുള്ള എന്ന് വിചാരിക്കാനുള്ള ചാൻസുകളൊന്നും ഇല്ല. പിന്നെ ഉറപ്പൊന്നുമില്ല ദാറ്റ് ഇത് ഞാൻ മെസ്സപ്പ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഇതിൽ ഞാൻ ഇത്രയും ഫോക്കസ് ചെയ്തപ്പോൾ ദാറ്റ് ഐ ഹാവ് പുട്ട് വർക്ക് ഓൺ ഇറ്റ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പും ഞാൻ കുറച്ച് പ്രസൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ലോങ്ങർ ഔട്ട്കമിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു ഫെയിലർ ആണെന്നുള്ളത് ആണല്ലോ ഒരു മെയിൻ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ട്. അത് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഈ ഒരു തോട്ട് റെക്കോർഡ് വെക്കൽ ഹെൽപ്ഫുൾ ആണെന്ന് പറയുമ്പോൾ തോട്ട് റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്കിന് വരുമ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ഫയൽ കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് ആലോചിക്കാം. ഇന്ന് ലൈക്ക് എന്താ പറയുക, ലാസ്റ്റ് ഡേ ഫോർ സബ്മിഷൻ ആയിരുന്നു. അത് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. ആൻഡ് യു കൈൻഡ് ഓഫ് മെസ്ഡ് അപ്പ്. ഓക്കെ, അത് നടന്നു. നമ്മളത് മറന്നു കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് അപ്പോഴേക്കും എല്ലാം നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കുമല്ലോ യൂഷ്വലി വരാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാച്ച് ചെയ്ത് ചാലഞ്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നോക്കാം, ഓക്കെ എന്താണ് സിറ്റുവേഷൻ, ഈ സിറ്റുവേഷനിൽ എന്തൊക്കെ തോട്ട്സ് ആണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് എൻ്റെ ഫീലിങ്സ് വരുന്നത്. ഒരു ഹോട്ട് ക്രോസ് ബോണ്ട് മോഡൽ വരാണെങ്കിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് എനിക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ തോട്ട്സിന് എവിഡൻസ് ആയിട്ട് എന്തൊക്കെയുള്ളത്. ഇഫ് പ്രോബബ്ലി ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഹാസ് ഹാപ്പൻ. ഇതിന് മുമ്പും ഞാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുമ്പും ഞാൻ മറന്നിട്ടുണ്ട്, എപ്പോഴും ഞാൻ മറന്നുകൊണ്ടിരിക്കണം. അതാണ് എവിഡൻസ്. ലൈക്ക് ഓക്കെ ദിസ് ഹാസ് ഹാപ്പൻ ബിഫോർ ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ് അഗെയിൻ. അപ്പോൾ അത് വീണ്ടും നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്താ ഉള്ളത്? കുറേ സാഹചര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല. ഓക്കെ, മേ ബി 2-3 പ്രാവശ്യം മറന്നിട്ടുണ്ട്, പക്ഷെ 10 പ്രാവശ്യം ഞാൻ ഈ സംഭവം മറന്നിട്ടില്ല. അപ്പോൾ അത് എപ്പോഴും നടക്കണമെന്നില്ല. ഞാൻ കുറേ കാര്യങ്ങൾ, ഞാൻ കുറച്ചും കൂടി കേപ്പബിൾ ആണ്. മേ ബി കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള കാരണം ഇത് വിട്ടുപോയതാണ്. ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം വിട്ടുപോയി. ഇതാണ് ലൈക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ്. അപ്പോൾ ന്യൂട്രലായിട്ട് എങ്ങനെ ചിന്തിക്കാം? ഓക്കെ ദിസ് ഹാസ് ഹാപ്പൻ ബിഫോർ, വീണ്ടും സംഭവിച്ചു, പക്ഷെ ഞാൻ കൂടുതലും നെഗറ്റീവ് ഇതിലാണ് ഫോക്കസ് ചെയ്യണത്. എത്ര കൂടുതൽ മറന്നു ഉള്ളതെന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എത്ര പ്രാവശ്യം ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ എൻ്റെ ഫോക്കസ് പോകുന്നില്ല. അപ്പോൾ അതാണ് ഒരു ന്യൂട്രൽ രീതി ഓഫ് ചിന്തിക്കൽ. അതായത് ഉണ്ടായ കാര്യം നമ്മൾ ഉണ്ടായില്ല എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യണമെന്നില്ല. ഇറ്റ് ഹാപ്പൻഡ്, യു മേഡ് ദാറ്റ് മിസ്റ്റേക്ക്. അതിന് മുമ്പും ആ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് മിസ്റ്റേക്സിലാണ് ഫോക്കസ് ചെയ്യണത്. നന്നായിട്ട് അത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അധികം ഫോക്കസ് ചെയ്തിട്ടില്ല എന്നുള്ളത് റിയലൈസ് ചെയ്യുക. ആൻഡ് അത് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതാണ് ലൈക്ക് ഇങ്ങനെ തോട്ട് റെക്കോർഡ് എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി ക്യാച്ച്, ചാലഞ്ച് ആൻഡ് ചേഞ്ച്, അതാണ് ഒരു റീഫ്രെയിമിങ് ഓർ അൺഹെൽപ്ഫുൾ തോട്ട്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയും റീഫ്രെയിം ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. എസ്പെഷ്യലി ആദ്യം നമുക്ക് റീഫ്രെയിം ചെയ്ത് അതിനൊരു നല്ലൊരു രീതിയിൽ ചിന്തിക്കുന്ന രീതി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ വരും. പക്ഷേ ആസ് ലോങ് ആസ് നമുക്കത് ക്യാച്ച് ചെയ്യാനും ചാലഞ്ച് ചെയ്യാനും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ സ്കിൽ പതുക്കെ വരും. ആൻഡ് പറഞ്ഞതുപോലെ കുറേ കാലം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. നമുക്ക് ഒരു അൺഹെൽപ്ഫുൾ തോട്ട് വരുമ്പോൾ അപ്പം തന്നെ നമ്മുടെ മനസ്സ് അതിനെ ക്യാച്ച് ചെയ്ത് ചാലഞ്ച് ചെയ്ത് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യും എന്നാണ് പറയുക. അപ്പോൾ അത് കാരണം വരുന്ന കുറേ നെഗറ്റീവ് ഫീലിങ്സും ബിഹേവിയേഴ്സും സേഫ്റ്റി ബിഹേവിയേഴ്സും അതുപോലെ തന്നെ ഈ ഫിസിക്കൽ സെൻസേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബേസിക്കലി ഈ വീഡിയോയിൽ നോക്കിയത് സൈക്കോളജിക്കൽ മൈൻഡഡ്നെസ് എന്താണെന്നും റീഫ്രെയിമിങ് അൺഹെൽപ്ഫുൾ തോട്ട്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്തി ആയി തോന്നുന്നു എനിക്ക് വീഡിയോ. അപ്പോൾ ബാക്കി 2 അതായത് ടാക്ലിങ് യുവർ വരീസ് ആൻഡ് ഫേസിങ് യുവർ ഫിയേഴ്സ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.